ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും പ്രൊഫസറും കുടുംബവും ചേർന്നാണ്. താനിപ്പോൾ കുടുംബമായിട്ട് ഗവൺമെൻറ് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുണ്ട്. എന്നാൽ തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ പാർക്കിൻസൺസ് രോഗം പൂർണ്ണമായി സൗഖ്യമാകുകയും പഴയതുപോലെ തനിക്ക് ആക്റ്റീവായി കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള വലിയൊരു കൃപ സ്വർഗത്തിലെ ദൈവം ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൻ്റെ മുന്നിലേക്ക് പകരേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ അടുത്ത പ്രാർത്ഥന വിഷയം തൻ്റെ മൂത്ത മകൻ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോബിനായിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ വേക്കൻസിക്കായി വെയിറ്റ് ചെയ്യുന്നു. കർത്താവ് അത്ഭുതകരമായി ആ വഴി തുറന്നു കൊടുക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ അടുത്ത പ്രാർത്ഥന വിഷയം താൻ പോകുന്ന പള്ളിയിലെ ചില പ്രശ്നങ്ങൾ ഈ 3-ാം തീയതി കോടതി വിധിയിൽ അനുകൂലമാകേണ്ടതിനായിട്ടും അവർ സ്വതന്ത്രമായി തീരേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം, ഇവരുടെ ഉയർച്ചയ്ക്കായി പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ എത്ര പേർ ഒരുമിച്ച് വിശ്വസിക്കും? യേശു ആർക്ക് കടക്കാരനല്ല, അവൻ ആർക്ക് കടക്കാരനല്ലാത്തതുകൊണ്ട് വിശ്വസിച്ചാട്ടെ, പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ ഫേവർ, വലിയ പ്രവൃത്തി നമ്മൾ കാണാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഓരോരുത്തരും കണ്ണുകൾ അടയ്ക്കണം. വലിയ ദൈവപ്രവൃത്തിക്കായി നമ്മൾ ഒരുമിക്കാൻ പോകുന്നു. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് പ്രൊഫസറുടെ കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. വലിയൊരു അത്ഭുതം സ്വർഗത്തിലെ ദൈവം ചെയ്യണം. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണം. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ കരം ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വരും. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വരും. അപ്പാ, ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ആ മകൻ്റെ പാർക്കിൻസൺസ് രോഗത്തിനകത്ത് ഒരത്ഭുത സൗഖ്യം കർത്താവ് ഇപ്പോൾ സ്പർശിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തല മുതൽ പാദം വരെയും പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗ്ലോറി, മഹത്വം മാനിഫെസ്റ്റ് ആകണമേ. അപ്പാ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഒരു ഭയങ്കര ദൈവപ്രവൃത്തി. അതേപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഒരു ഭയങ്കര ദൈവപ്രവൃത്തി കുടുംബത്തിനകത്ത്, തലമുറയുടെ മേളിൽ, തൻ്റെ വൈഫിൻ്റെ മേളിൽ കുടുംബമായി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മൂത്ത മകൻ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ജോലിക്കായി വെയിറ്റ് ചെയ്യുകയാണ്. കർത്താവെ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്നുള്ള ആ വേക്കൻസി തൻ്റെ മേളിൽ തുറന്നു കിട്ടേണ്ടതിനായിട്ട്, ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരേണ്ടതിനായി കർത്താവെ ഞാൻ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ ഒരു ഭയങ്കര ദൈവപ്രവൃത്തി തൻ്റെ മേളിൽ സംഭവിക്കട്ടെ. അത്ഭുത വഴി തുറക്കട്ടെ. യേശുവെ, പൂർണ്ണമായി ഞാൻ ഏൽപ്പിക്കുകയാണ്. വലിയ ദൈവപ്രവൃത്തി സംഭവിക്കണം. യേശുവെ, തിരുരക്തത്തിൽ ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്തിൽ ഞാൻ ഏൽപ്പിക്കുന്നപ്പാ, ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടണമേ. അപ്പാ, അങ്ങയുടെ മഹത്വം വെളിപ്പെടണമേ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും കർത്താവെ, താൻ പോകുന്ന പള്ളിയിൽ നിൽക്കുന്ന വിഷമങ്ങളും പ്രശ്നങ്ങളും എല്ലാം കോടതി വിധി അനുകൂലമാകേണ്ടതിനായി 3-ാം തീയതി ഹല്ലേലൂയ അനുകൂലമായ ഒരു വിധി പുറത്തു വരേണ്ടതിനായി സെപ്റ്റംബർ 3-ാം തീയതി തൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കണമേ. അപ്പാ, യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത് വലുതായി ചെയ്യുന്നതിനായി നന്ദി, വലിയ അത്ഭുതമാക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വരട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം സഹായിച്ച എല്ലാ വഴികൾക്കും വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമല്ല പ്രിയരെ, കർത്താവിൻ്റെ കരുണയാണ്, കർത്താവിൻ്റെ വലിയ ദയയാണ് ഈ മിനിസ്ട്രിയിൽ 2012 മുതൽ എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടത്. ഞാൻ വിശ്വസിക്കുന്നു ഓരോ ദിവസവും ഓരോ മേഖലയിൽ ഈ മീഡിയ മിനിസ്ട്രി ചലിക്കുമ്പോൾ അനേകർക്ക് ഇതിനകത്ത് വിടുതലുണ്ടാകാറുണ്ട്, അനേകർ ദൈവപ്രവൃത്തികൾ കാണാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു യേശു വാക്ക് മാറാത്തവനാണ്. ഹല്ലേലൂയ. ഈ മിനിറ്റിലും ആരെങ്കിലും ആ പാദപീഠത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിടുതൽ സംഭവിക്കും. ഈ പ്രാരംഭത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് ദൂത് പറയട്ടെ. നിങ്ങൾ ഏത് പട്ടണത്തിൽ, ഏത് രാജ്യത്തിലാണെങ്കിലും നിങ്ങളായിരിക്കുന്ന ജോലിയിലോ ബിസിനസ്സിലോ ഒന്നും ആശ്രയിക്കരുത്. കാരണം എത്ര വലിയ ജോലിയാണെങ്കിലും അല്ലെങ്കിൽ ആ ജോലി മാത്രം ആശ്രയിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാം, നാളുകളിൽ നിന്റെ മുകളിൽ നിൽക്കുന്ന ബോസിന് നിന്നോട് ദേഷ്യമുണ്ടാകാം, നിന്നെ കൈവിട്ടെന്നിരിക്കാം. എന്നാൽ യേശുവിലേക്ക് ആശ്രയിക്കുന്ന ഒരു ഭക്തൻ്റെ പ്രത്യേകത, ആരും നിന്നെ ഉപേക്ഷിച്ചാലും അവൻ നിന്നെ
ഉപേക്ഷിക്കത്തില്ല. ഏത് പട്ടണത്തിൽ, ഏത് രാജ്യത്തിലാണെങ്കിലും ദൈവത്തെ ആശ്രയിക്കുന്നതിന് എന്നേക്കും നിലനിൽക്കും. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. എങ്കിൽ ഇന്നെല്ലാം കേൾക്കുന്നവരെ, നിങ്ങൾ ഇന്ന് ഒരു ആക്സിഡൻ്റലി അല്ല ഈ മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ദൈവം മുഖാന്തരമാണ്, അല്ലെങ്കിൽ ദൈവമാണ് നിങ്ങളെ ഈ മെസ്സേജിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വലിയ വഴികളും വലിയ വാതിലുകളും തുറക്കും. ഞാൻ വിശ്വസിക്കുന്നത് ശത്രു വെച്ചിരിക്കുന്ന പരിമിതികളെ, ശത്രു വെച്ചിരിക്കുന്ന അതിരുകളെ ഇന്നത്തെ ഈ മെസ്സേജിൽ ശ്രദ്ധിക്കുന്നവർ ജയിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല കേട്ടോ. യഹോവയെ കാത്തിരിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. അവൻ്റെ മുഖത്ത് നോക്കി ആരും ലജ്ജിച്ചു പോകത്തില്ല. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നൊരു ഏറ്റവും വലിയ വാക്തത്വം എന്ന് പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. പുത്രനിൽ വിശ്വസിക്കാമെങ്കിൽ, യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് നീ നിൽക്കുമെങ്കിൽ, നീയും നിൻ്റെ കുടുംബവും ആരെല്ലാം വിചാരിച്ചാലും തകരത്തില്ല, നശിക്കത്തില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ആരോ എന്നെ കേൾക്കുന്നവർ പറയുന്നത്, ഞാൻ തകർച്ചയിലാണ് ജീവിക്കുന്നത്, എൻ്റെ ജീവിതത്തിനകത്ത് ഒത്തിരി പ്രതികൂലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ ബ്രദർ? ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ സഹോദര, സഹോദരി? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ തകരുന്ന സമയത്തും തമ്പുരാൻ്റെ കരത്തിലാണ് നിങ്ങൾ നുറുങ്ങുന്നതെന്നും നിങ്ങൾ തകർന്നിരിക്കുന്നതെന്നും മനസ്സിലാകുമെങ്കിൽ, അടുത്ത മിനിറ്റുകളിൽ ഏൽപ്പിക്കുന്നവനെ പണിയുന്ന ഏറ്റവും വിലയുള്ള പാത്രമാക്കി, ഏറ്റവും വിലയുള്ള ഒന്നാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയും അതിന് കഴിവുമുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ ഈ മിനിറ്റിൽ ദൈവശക്തിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളോടും ഇന്നത്തെ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു പ്രാർത്ഥനയാക്കി മാറ്റണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇത് ഹല്ലേലൂയ വിടുതലിലേക്ക് വരുന്നത് വരെയും ഇതൊരു വെളിപ്പാടാക്കി മാറ്റാൻ തയ്യാറാകണം. കാരണം ഞാൻ ആത്മാവിൽ തിരിച്ചറിഞ്ഞത്, ഓരോ കുടുംബങ്ങളുടെ മേലിലും അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെ മേലിലും ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ശത്രു പരിമിതികൾ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഹല്ലേലൂയ പരിധികൾ വെച്ചിട്ടുണ്ട്. ഇവർ ഇത്രയേ പോകാവൂ, ഇവരിങ്ങനെ ആകാവൂ. ഹല്ലേലൂയ സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിൽ നിന്നൊക്കെ ഹല്ലേലൂയ പുറത്തു വരുന്ന തലമുറകൾ ഒരു പരിധിക്ക് വെളിയിൽ പോകാൻ അവർക്ക് പാടാണ്. കാരണം ഉന്നത തലത്തിൽ ഹല്ലേലൂയ നിലയിൽ ജീവിക്കുന്നവർക്ക് ഹല്ലേലൂയ അവരുടെ ഉപരിപഠനത്തിന് സാമ്പത്തിക വിഷയങ്ങൾ പ്രശ്നം വരത്തില്ല, സഹായത്തിന് പ്രശ്നം വരത്തില്ല. കാരണം അവരുടെ വീട് സാഹചര്യം അതുതന്നെയാണ്. കാരണം അവർ ഉയർന്ന തലത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഒരു താഴേക്കടയിൽ നിന്ന് മുകളിലോട്ട് പോകുക എന്ന് പറയുന്നത്, അതിൻ്റെ പിന്നിൽ ഒത്തിരി പ്രയാസമുണ്ട്, അതിൻ്റെ പിന്നിൽ ഒത്തിരി എതിരുകളുണ്ട്, അതിൻ്റെ പിന്നിൽ ഒത്തിരി തടസ്സമുണ്ട്. എന്നാൽ ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ദേശത്തിൽ ഹല്ലേലൂയ ചിലവർക്ക് ആ ദേശത്തിൽ ആ കുടുംബങ്ങൾ ഇത്രയേ പോകത്തുള്ളൂ എന്നുള്ളത് എഴുതി വച്ചിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ചില കുടുംബങ്ങളെ നോക്കിയാൽ പാരമ്പര്യ ശാപം പോലെ ഹല്ലേലൂയ ഇത്രാമത്തെ വയസ്സിൽ എല്ലാം അവസാനിക്കും, വിവാഹം നടക്കത്തില്ല, ഉയർച്ച വരത്തില്ല, ജോലി കിട്ടത്തില്ല. ചിലവരൊക്കെ നോക്കിയാൽ ഒത്തിരി പഠിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്കാർക്കും ഒരു പരിധിക്ക് മുകളിൽ ഉയരാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, ശത്രു വെച്ചിരിക്കുന്ന അതിരുകളെ നിങ്ങൾ ക്രോസ് ചെയ്യുക, അവൻ വെച്ചിരിക്കുന്ന പരിധികളെ നിങ്ങൾ പൊട്ടിക്കുക. കാരണം നിങ്ങൾ ആരാധിക്കുന്നവരാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്തെ തടവറയിലാണ് സൂക്ഷിക്കപ്പെടുന്നത്. കാരണം ഹല്ലേലൂയ അവർ അടിയേറ്റ് വല്ലാതെ ചെയ്യാത്ത കുറ്റത്തിന് അവർ അകത്തെ തടവറയിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ആ അതിരുകൾ എന്നെ നിങ്ങളെ വിളിച്ചു പറയുന്നു, കാരാഗ്രഹത്തിലായവൻ ഇത്ര ദിവസം കാരാഗ്രഹത്തിൽ കിടക്കും, വഴിയൊന്നും തുറക്കത്തില്ല. മൊത്തത്തിൽ അവസാനിച്ച നിലയിലാണ്. പക്ഷെ പൗലോസും ശീലാസും പറയുന്നു, അവരുടെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം അവരെ ഒതുക്കുന്നതല്ല. അത് അവിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദൈവിക സമാധാനം, ദൈവിക ശക്തി നിങ്ങളുടെ മേലിൽ കൈമാറുന്നുണ്ട്. ആ കൈമാറുന്ന ദൈവശക്തിയിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഭയങ്കര അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഭയങ്കരമായ ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കണം. വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ലോകവും അല്ലെങ്കിൽ ശത്രുവും ആ കാരാഗ്രഹത്തിൽ അവർ ഒതുങ്ങുമെന്ന് പറയുമ്പോൾ അവർ ദൈവത്തെ ആ അർദ്ധരാത്രിയിൽ സ്തുതിച്ചു. ഹല്ലേലൂയ. ആ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ എവിടെയാണോ അവർ ഒതുക്കപ്പെട്ടത്, ആ കാരാഗ്രഹത്തെ മുഴുവൻ അടിത്തറ കുലുക്കിക്കൊണ്ട് ദൈവം അവരെ പുറത്തു കൊണ്ടുവരികയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അധികം വിശ്വസിക്കുന്ന, അധികം പ്രാർത്ഥിക്കുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ
മുമ്പിൽ ശത്രു വെച്ചിരിക്കുന്ന പരിധികളെ നിങ്ങൾ പൊട്ടിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ വലിയ അത്ഭുതങ്ങൾ സ്വീകരിക്കാൻ പോവുകയാണ്. ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയാം. ഹല്ലേലൂയ. യേശു കാനാവിലെ കല്യാണ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ശത്രു പ്ലാൻ ചെയ്തിരുന്നത് 3-ാമത്തെ ദിവസം കല്യാണം സ്റ്റോപ്പാകണമെന്നുള്ളതാണ്. കാരണം അതിഥി സൽക്കാരമായ വീഞ്ഞ് അവിടെ തീർന്നു പോയി. നീ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, ഇനി ഒന്നും നടക്കത്തില്ലെന്ന് പറയുന്നിടത്ത് പച്ചവെള്ളം വീഞ്ഞാകാൻ പോവുകയാണ്. ഞാനത് വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ഈ മിനിറ്റിൽ പ്രസംഗിക്കുന്നു. അറിയാം, എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ഞാൻ വിളിച്ചു പറയുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലവരും ഇപ്പോൾ കുടുംബപരമായി വലിയ അത്ഭുതങ്ങൾ സ്വീകരിക്കാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിങ്ങൾ നോക്കി, ഇസ്രായേൽ മക്കൾ 430 വർഷം ഹല്ലേലൂയ ഫറവോന്റെ കീഴിൽ അടിമത്വത്തിലാണ് നിൽക്കുന്നത്. ഫറവോൻ അവർക്കൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും എൻ്റെ അടിമയായിരിക്കണം, എല്ലാ ദിവസവും ഇന്നത് നിലയിൽ തന്നെ നിൽക്കണം, എല്ലാ ദിവസവും ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷെ നിന്റെ ജീവിതത്തിൽ കരച്ചിൽ മാത്രമായിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന ചിലവരുടെ ജീവിതത്തിൽ വർഷങ്ങളായിട്ട് അധ്വാനിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സമ്പത്ത് പലിശയായി പോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ സമ്പത്ത് ആശുപത്രിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിനകത്ത് എന്നും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളുമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഫറവോന്റെ അടുക്കൽ നിൽക്കുമ്പോൾ അവർ എന്നും അടിമകളായിട്ട് ഒരിക്കലും ഒരു സ്വതന്ത്രരല്ല. ദൈവം ഹല്ലേലൂയ മോശയോട് പറയണം, എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ളവർ നിലവിളി ഞാൻ കേട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഹല്ലേലൂയ, എന്നെയും നിങ്ങളെയും കാണുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിലേക്ക് നമ്മൾ തിരിയുമെങ്കിൽ, ആ ദൈവത്തിലേക്ക് നമ്മൾ ആശ്രയിക്കുമെങ്കിൽ, നമ്മുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത വലിയ ദൈവപ്രവർത്തികൾ തുറക്കുവാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നെബൂഖദ്നേസർ ശദ്രക്കിന്, മേശക്കിന്, അബേദ്നെഗോവിന് വേണ്ടി വെച്ചിരിക്കുന്ന അതിരെന്ന് പറയുന്നത് തീജ്വാലയാണ്. കാരണം അവൻ്റെ വിഗ്രഹത്തെ സേവിക്കാത്ത എല്ലാവരും തീയിൽ അവസാനിക്കും എന്നുള്ളതാണ്. പക്ഷേ വിശ്വസിക്കുന്ന ആ 3 ചെറുപ്പക്കാർ ഇതാ നെബൂഖദ്നേസർ വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ശത്രു വെച്ചിരിക്കുന്ന അതിരിനെ ക്രോസ് ചെയ്യാണ്. അവർ വിളിച്ച ദൈവം 4-മനായി ഇറങ്ങി വന്ന് ആ രോമത്തിന് പോലും കേടില്ലാതെ അവരെ പുറത്തു കൊണ്ടുവരികയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വലിയ അത്ഭുതങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം, വലിയ അത്ഭുതങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം. ഞാൻ ആത്മാവിൽ ഇപ്പോൾ പ്രവചിച്ചു പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ചിന്തയിലേക്ക് വരികയാണ്. ഇതാ ഫറവോൻ തൻ്റെ ജനത്തെ വിട്ടയക്കുകയാണ്. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വാഗ്ദത്ത ദേശത്തിലേക്ക് ഇതാ ജനം പുറപ്പെടുന്നു. 3-ാമത്തെ ദിവസം അവർ ചെങ്കടലിന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ. കാരണം ചെങ്കടലിന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കാൻ കാരണം ഫറവോനും മനസ്സിലായി, ഇവർ എളുപ്പമുള്ള വഴിയല്ല പോയിരിക്കുന്നത്. ഹല്ലേലൂയ. ഫറവോൻ ആ ദേശത്തിലെ എല്ലാ വഴികളും അറിയാം. ആ വഴി തന്നെ ആയിരിക്കണം ഇവർ ദൈവത്തെ ആരാധിക്കാൻ പോകേണ്ടതെന്നുള്ളത് വ്യക്തമായി ഫറവോൻ അറിയാം. കാരണം പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 17-ാമത്തെ വാക്യം, ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തോടുള്ള വഴി അടുത്തതെന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുതപിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല. ഇതാ ഫറവോൻ വെട്ടിയ വഴിയാണ് ഫെലിസ്ത്യരുടെ ദേശത്തോടുള്ള എളുപ്പ വഴി. ഹല്ലേലൂയ. എന്നാൽ ഫറവോന് മനസ്സിലായി, ഇസ്രായേൽ മക്കൾ ആ എളുപ്പ വഴിയിലൂടെ ക്രോസ് ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. അവന് മനസ്സിലായി, ഞാൻ വെച്ച അതിരിലോട്ടാണ് അവർ വരുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവം ഇസ്രായേൽ മക്കളെ ആ താഴ്വരയിലൂടെ ഇറക്കി ചെങ്കടലിന്റെ ഫ്രണ്ടിൽ കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. ലോകപ്രകാരം നോക്കിയാൽ അവർക്ക് മുമ്പോട്ട് വഴിയില്ല. ഫറവോന് വ്യക്തമായി മനസ്സിലായി, ഞാൻ വെട്ടിയ വഴിയിലൂടെയോ അല്ലെങ്കിൽ ഞാൻ കണ്ട വഴിയിലൂടെ അല്ല അവർ പോയത്, ഞാൻ വെച്ച് അതിരിലോട്ട് വന്നിരിക്കുകയാണ്, ഇനി അവർക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫറവോൻ ഇതാ അവരെ പിന്തുടരാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങൾ ഞാൻ ഒരുമിച്ച് പറയാറുണ്ട്, ആ എളുപ്പ വഴിയൊന്ന് തുറന്നായിരുന്നെങ്കിൽ, ആ കാര്യങ്ങളൊന്നും നടന്നായിരുന്നെങ്കിൽ നമുക്ക് ഒത്തിരി എളുപ്പമായിരുന്നു. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, ദൈവം ഞാനും നിങ്ങളും ചിന്തിച്ച പല വഴികളിലും കൂടെ നമ്മെ കൊണ്ടുപോകാതെ നിൽക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടെന്നും ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുമെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് പറയണം, ഹല്ലേലൂയ. ശത്രു കാണാത്ത ചിലത് എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, എൻ്റെ ദൈവം വലിയവനായതുകൊണ്ട് ഫറവോൻ വെട്ടിയ വഴിയിലൂടെ അല്ല നിനക്ക് വേണ്ടി വാതിൽ തുറക്കാൻ പോകുന്നത്. എൻ്റെ ദൈവം പറയുന്നു, ആരും കാണാത്ത, ആർക്കും അറിയാത്ത ചിലത് നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി തീരും. അതേ തലത്തിൽ തന്നെ കൊരിന്ത്യർ ലേഖനം വിളിച്ചു പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഇതുവരെയും തുറക്കാത്തത് ചിലത് തുറക്കാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഫറവോൻ പറയുകയാണ്, ഇനി അവർക്ക് വഴിയില്ല. ഫറവോൻ വെച്ച് അതിരിലേക്ക് ഇസ്രായേൽ മക്കൾ വന്നു നിൽക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ പത്മോസിലേക്ക് തെള്ളുമ്പോൾ അറിയാം, ഡൊമീഷ്യൻ കരുതിയത് ഞാൻ വെച്ച അതിരാണ്, അവൻ ഇനി
ഇനി പൊങ്ങത്തില്ല. ഞാൻ വെച്ച അതിരാണ് പത്മോസ്, ഇനി അവന് പൊങ്ങാനോ സാധ്യതകളോ ഇല്ല. പക്ഷേ പ്രാർത്ഥിക്കുന്ന യോഹന്നാനോട് ദൈവത്തിന് പത്മോസിൽ പറയാനുണ്ട്, ഈ പത്മോസിൽ നീ അവസാനിക്കത്തില്ല, ഇതാ നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പത്മോസിൽ നിന്ന് ഇതാ യോഹന്നാനു വേണ്ടി സ്വർഗം തുറക്കപ്പെടുകയും സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം അവൻ കേൾക്കുകയാണ്, ഇവിടെ കയറി വരിക. അല്ലെ, നിങ്ങൾ വിശ്വസിക്കാമോ? പത്മോസിൽ തീരുമെന്ന് ഡൊമീഷ്യൻ ചക്രവർത്തി അതിര് വെക്കുമ്പോൾ അതിൻ്റെ നടുവിൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ശത്രു വെച്ച അതിരുകളെ ഇന്ന് പ്രാർത്ഥിക്കുന്നവൻ ക്രോസ് ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഫറവോൻ വെച്ച അതിരുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. 14-ാം അധ്യായം 3-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ അവർ ദേശത്ത് ഉഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയും. ഫറവോൻ പറയാണ്, അവർ ദേശത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്, അവർ മരുഭൂമിയിൽ ഉഴലുകയാണ്. ഹല്ലേലൂയ. ഇനി അവർക്ക് രക്ഷയില്ല, ഫറവോൻ പിന്തുടരാൻ പോവുകയാണ്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, 14-ാം അധ്യായം ആഴമായി പഠിക്കുന്നുണ്ടെങ്കിൽ ഇനി വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ, പിറുപിറുക്കുന്ന നിലവിളിക്കുന്ന ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ മോശയിലൂടെ ദൈവം പറയാണ്, എൻ്റെ ജനത്തോട് പറ, വഴിയില്ലാത്തടത്തോട്ട് മുമ്പോട്ട് പോകാൻ തയ്യാറാകുക. ചെങ്കടലിൽ നിനക്ക് വേണ്ടി ഇതുവരെയും തുറക്കാത്ത, ലോകത്തിന് ഇതുവരെയും കാണാത്തൊരു വഴി എൻ്റെ കർത്താവ് ഈ രാത്രിയിൽ തുറക്കാൻ പോവുകയാണ്. ഒരു കിഴക്കൻ കാറ്റ്, മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് അന്ന് രാത്രി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. മോശ കരം നീട്ടി നിൽക്കുമ്പോൾ ഇതാ അവന് വേണ്ടി വഴി തുറക്കുന്ന ദൈവം. നിങ്ങൾ വിശ്വസിക്കാമോ? നിങ്ങൾ നിരാശപ്പെടാതെ, ഒന്നും കാണുന്നില്ലല്ലോ, എൻ്റെ മുമ്പിൽ ഒന്നും തുറക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെടാതെ, നിന്റെ അകത്ത് വെളിപ്പെട്ട അഭിഷേകത്താൽ നീ പത്മോസിനകത്ത് ആ ജന്തുവിനെ കുടഞ്ഞു കളഞ്ഞുകൊണ്ട്, നീതി ദേവിയുടെ ശക്തിയെ കുടഞ്ഞു കളഞ്ഞുകൊണ്ട്, നീ ആ ദേശത്തിൽ കൊലപാതകരുടെ അനേകർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകാം, അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പൗലോസിനെ നോക്കി. പക്ഷേ അടുത്ത മണിക്കൂറിൽ അവരെല്ലാം വിളിച്ചു പറയുന്നത്, ഇവനൊരു ദേവനാണ്. കാരണം ഇവിടുത്തെ നീതി ദേവി വെച്ച ശക്തിയെ ഇവൻ പൊട്ടിച്ചിരിക്കുകയാണ്, ഇവൻ അവസാനിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശത്രു വെച്ചിരിക്കുന്ന മുഴുവൻ അതിരുകളെയും പൊട്ടിക്കാനുള്ള ഒരു ഭയങ്കര ബലം നിങ്ങളുടെ മേളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ഭയങ്കര ശക്തി നിങ്ങളുടെ മേളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, ഞാൻ ഈ സമയത്ത് ഐ ബിലീവ് സൂപ്പർ നാച്ചുറൽ. ഞാൻ ഈ മിനിറ്റിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, നിങ്ങൾ ആ അതിരുകളെ പൊട്ടിക്കും, നിങ്ങൾ അത്ഭുതങ്ങളെ കാണും, നിങ്ങൾ ജയാളികളാണ്. യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ നാമത്താൽ നിങ്ങൾ ജയം പറയാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയത്തെ സ്വീകരിക്കുക. കർത്താവ് നിങ്ങളെ വിടുവിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ പ്രാർത്ഥനയിലേക്ക് കടന്നു വരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ കർത്താവ് ഇന്നലെ പാസ്റ്റർ എന്നോട് പറഞ്ഞ് ഈ വേദന പൂർണ്ണമായി വിട്ടുമാറും, ഈ വെള്ളം കൊണ്ടുപോയി കുടിച്ചാൽ മതിയെന്ന്. കുട്ടിയെ എടുത്തുകൊണ്ട് ബസ്സിൽ പോലും തൊങ്ങി ഞാൻ കയറുന്നത്, കുറച്ച് അധികം സമയം എടുത്ത് കയറുന്ന അവർ പറയുന്നില്ല, എനിക്ക് ഒട്ടും കയറാൻ വയ്യാത്ത കുഞ്ഞിനെ തൂക്കി പിടിച്ചുകൊണ്ട് ഞാൻ കയറിയത്. പക്ഷേ ഇന്നലെ ആ വെള്ളം കുടിച്ച് പാസ്റ്റർ പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്ന് ഇപ്പം എനിക്ക് ഒരു വേദനയും കാണുന്നില്ല. എന്ത് ചെയ്താലും വേദന, ഒന്നും ചെയ്യാതെ തൊങ്ങി വീടിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് പൂർണ്ണമായ വേദന എടുത്ത് മാറ്റി ദൈവം. പാസ്റ്റർ പ്രാർത്ഥിച്ച വെള്ളം തന്ന്, വെള്ളം അരക്കുപ്പിയോട് ഞാൻ കുടിച്ചെന്നുള്ളതാണ്. പെട്ടെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ഈ സഹോദരി ഇവിടെ വരുമ്പോൾ വീടൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കർത്താവ് വീടൊക്കെ കൊടുത്തു. യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി, ആരാധന യേശുവേ. ഭയങ്കര 2021 തൊട്ട് തുടങ്ങിയ പണിയായിരുന്നു. പക്ഷെ ഭയങ്കര തടസ്സങ്ങളായിരുന്നു പണിക്ക്. കുറച്ച് പണി ചെയ്യും, പിന്നെ നിൽക്കും, കുറച്ച് പണി ചെയ്യും, പിന്നെ അങ്ങനെ നിൽക്കും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പാസ്റ്റർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ വീട് പണി പൂർത്തീകരിക്കും, നിങ്ങളുടെ വീട്ടിൽ 3 ഫംഗ്ഷൻ നടക്കുമെന്ന് പറഞ്ഞു. അത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വീട് പണി പൂർത്തിയാക്കിയതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ എൻ്റെ സഹോദരന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറഞ്ഞത്. എൻ്റെ സഹോദരൻ ഒരു ദിവസം തീരെ വയ്യാതെ, ഇങ്ങനെ ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ, ആ ഒരവസ്ഥയിൽ ചേട്ടനെ എല്ലാവരും വന്ന് കണ്ടു, ചേച്ചിമാരും എല്ലാവരും വന്ന് കണ്ടു. ഞാൻ മാത്രം പോയിട്ടുണ്ടായിരുന്നില്ല. പല പ്രാവശ്യം ഞാൻ പോയിട്ട് അവിടെ ചേട്ടന് സൗഖ്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. അപ്പോൾ ചേച്ചിമാർ പറഞ്ഞു, നീ ഒന്ന് പൊക്കോ, നീ ഒന്ന് പോയിട്ട് കാണുക, അവരെന്നെ പോയി കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ ചേട്ടന് കിടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ഒന്നിനും വയ്യ, ഇങ്ങനെ ഇരിക്കുക. ഞാനത് കണ്ടപ്പോൾ ഓടിപ്പോയിട്ട് പാസ്റ്റർ പ്രാർത്ഥിച്ച വെള്ളം ഉണ്ടായിരുന്നു, അത് കൊണ്ടു കൊടുത്തു, ചേട്ടന് പ്രാർത്ഥിച്ചു കൊടുത്തു. അങ്ങനെ ചേട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങി. പകൽ സമയത്ത് രാത്രി ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയി 2 മണി നേരത്തെ, എന്നിട്ടൊന്നും കുറവുണ്ടായില്ല. ഞാൻ ഈ പ്രാർത്ഥിച്ച വെള്ളം കൊണ്ടു കൊടുത്തു, ചേട്ടന് സൗഖ്യമായി.
യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പറയുന്നത് എൻ്റെ അനിയന് വേണ്ടിയിട്ടാണ്. ആ മദ്യപാനത്തിൽ നിന്ന് എന്നും മദ്യപാനം, എന്നും ആത്മഹത്യക്ക് ശ്രമിക്കും. അപ്പം ഞാൻ അന്നൊന്നും ദൈവത്തെ അറിഞ്ഞിട്ടില്ല. പക്ഷേ 2015 സംഭവം ഉണ്ടായത്. അപ്പം ഞാൻ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചർച്ചയിൽ പോയി സ്നാനപ്പെട്ടൊക്കെ കഴിഞ്ഞു. ഇവനെന്നും ആത്മഹത്യ, 3 പ്രാവശ്യം ആത്മഹത്യ ചെയ്ത് ഞാൻ പോയപ്പോഴും ആ കയറിടുന്നത് അവൻ്റെ കഴുത്തിൽ പെടില്ല, അവൻ താഴെ വീഴും. അങ്ങനെ എന്നും മദ്യപാനം. ആ മദ്യപാനത്തിൽ നിന്ന് 1 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. എന്നിട്ടും മദ്യപാനം മാറിയില്ല. അപ്പം ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, മരുന്ന ലേപനമോ അല്ല സൗഖ്യപ്പെടുത്തുന്നത്, അങ്ങയുടെ വചനമാ. ആ വചനം പറഞ്ഞ് ഞാൻ എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നും മദ്യപാനം. ഇവൻ എവിടെ ചെന്നാലും ശരിയാവില്ല. അങ്ങനെ അവന് പുറത്തേക്ക് പോകാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഇവനെ ഒന്ന് കൂട്ടുകെട്ടിൽ നിന്നൊന്ന് വിടാൻ വേണ്ടിയിട്ട്. ആ കൂട്ടുകെട്ടിൽ നിന്ന് വിടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ നല്ല ഹോട്ടലിലെ ജോലിക്കാരനാണ്. ഇപ്പം ദൈവം അവനെ പുറത്തേക്ക് കൊണ്ടുപോയി ഹോട്ടലിൽ ജോലിയാണ്. ഇവൻ പോണവരെ ഇവൻ എന്നും ഛർദിയാണ്. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഉള്ളിലൊന്നുമില്ല എന്ന് എനിക്കറിയാം. ഞാൻ പറയും, എൻ്റെ കർത്താവിന് അസാധ്യം ഒന്നുമില്ല. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചു. ആ ദൈവം അവന് പുതിയ ഹൃദയം എല്ലാം കൊടുക്കുന്നു. പ്രാർത്ഥിച്ചു. ഇപ്പം പോയിട്ടും എയർപോർട്ടിൽ എത്ര വരെ ഇവൻ ഈ കുപ്പിയാണ്. അപ്പം എൻ്റെ മോള് പറയും, മാമ ഇതൊന്നും മാറ്റി വയ്ക്കുക, ഇവൻ സമ്മതിക്കണില്ല. എയർപോർട്ടിൽ എത്തണ വരെ ഈ കുപ്പിയും ഈ ഹാൻഡ്സും. എയർപോർട്ടിലെത്തി ബാത്റൂമിൽ പോയി ഈ ഹാൻഡ്സ് കൂടെ വെച്ചു. അപ്പം ഞാൻ ഈ ഏലക്കായ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഏലക്കായ വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ അവനെ കയറ്റി വിട്ടിട്ടും അവിടെ ചെന്നിട്ട് മീനിന് കുടിക്കാണ്ട് പറ്റുന്നില്ല, കൈ വിറയാ. അപ്പം എൻ്റെ മരുമക അവിടെ ഉണ്ട്. മരുമകനോട് പറഞ്ഞ് കുപ്പി വാങ്ങിച്ചിട്ട് പോയി. അപ്പോൾ ഒരു കുപ്പി അവൻ മേടിച്ചു കൊടുത്തു. പക്ഷെ ഇന്ന് എൻ്റെ ദൈവം ഇന്നലെ രാത്രി അവൻ വിളിച്ചു, ചേച്ചി എനിക്ക് എങ്ങനെയാണെന്നറിയില്ല, എനിക്ക് 2 കുപ്പി കുടിച്ചിരുന്ന ആൾ, ദിവസം 2 കുപ്പി കുടിച്ചിരുന്ന ആൾ 1 കുപ്പി ഇപ്പോൾ കുടിക്കണുള്ളൂ. ആളെ ഞാൻ ഇന്നലെ കണ്ടു വർത്താനം പറഞ്ഞു. എന്തായാലും നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം ഒരുപാട് മാനിച്ചു. ആ വീട് ജപ്തിയായിട്ട്, എൻ്റെ ആങ്ങളയുടെ വീട് ജപ്തിയായിരുന്നു. ആ ജപ്തിയിൽ നിസാര കാഴ്ച അവൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്, മദ്യം കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂട്ടുകാരി പറഞ്ഞു, ഞാൻ തരാൻ മത്സരിച്ച്. എങ്ങനെയാണെന്നറിയില്ല, ആ ദിവസം 12 മണിയാകുമ്പോഴേക്കും ആ സ്വർണ്ണം മുഴുവൻ കൊണ്ടുവന്ന് പണയം വെച്ച് ആ ജപ്തിന്ന് ആ വീടെടുത്തു. അപ്പം സ്ഥിരമായിട്ട് ആരാധനയ്ക്ക് കൂടുക, നമ്മൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക, ദൈവത്തെ അറിഞ്ഞ, ദൈവത്തെ മുറുക്കെ പിടിച്ച ദൈവം കൈവിടില്ല. വേറെ വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? കർത്താവ് ഒരു ഭയങ്കര അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ ആ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് കരം വയ്ക്കണം. വലിയ വിടുതൽ സംഭവിക്കാൻ പോകുന്നു. ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത വലിയ സാക്ഷ്യങ്ങൾ തുറക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാണല്ലോ. ലോകം കാണാത്ത വിടുതലുകൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കരം ചലിക്കണമേ അപ്പ. അങ്ങയുടെ മഹത്വം ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ ഹല്ലേലൂയ ഈ മക്കൾക്ക് വേണ്ടി തുറക്കണമേ അപ്പ. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ചിലവർക്ക് വേണ്ടി അറിയാം, ഞാൻ ഈ കാണുന്നത് തളർന്നു കിടക്കുന്ന ചിലവരെ തൊടുകയാണ്. അറിയാം, ദൂതന്മാർ നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങി വരുന്നു. അറിയാം, അത്ഭുതകരമായി സൗഖ്യങ്ങൾ നടക്കുകയാണ്. ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം പറയുന്നു, നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതാണ് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അറിയാം, വിശ്വസിക്കാമെങ്കിൽ ഇപ്പോൾ ദൂതന്മാരുടെ വലിയ ചലനം നിങ്ങളുടെ വഴികളെ തുറക്കുകയാണ്. ജോസ് എന്ന് കാണിക്കുന്ന ഒരു ബ്രദറിന് വേണ്ടി ഇപ്പോൾ അത്ഭുതകരമായി വഴി തുറക്കുകയാണ്. അറിയാം, അതേപോലെ തന്നെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് സനൽ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ആ മകൻ്റെ ജീവിതത്തിനകത്ത് വിടുതലുകൾ കർത്താവ് ചെയ്യട്ടെ അപ്പ. ഞാൻ അതേപോലെ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന അറിയാം ചിലവരെ കണ്ണുനീരെ കർത്താവ് തുടയ്ക്കണം. ചില അറിയാം പിതാക്കന്മാരും അറിയാം ചില അപ്പനും അമ്മയും എൻ്റെ കൂടെ ചേർന്ന് ചിലവർ പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ടും വഴി തുറക്കാതെ തലമുറകളെ വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഹല്ലേലൂയ. അതേപോലെ തന്നെ അറിയാം അവർ വഴിതെറ്റി മദ്യപാനത്തിലും പ്രശ്നത്തിലും പോയി ജീവിതം തകർന്ന, കുടുംബജീവിതം തകർന്നു പോയി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യുകയാണ്. കർത്താവെ, അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ അപ്പ. അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങയുടെ മഹത്വം വെളിപ്പെടട്ടെ അപ്പ. അങ്ങയുടെ കരം വെളിപ്പെടട്ടെ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ ഓരോ മക്കളുടെ ജീവിതത്തിനകത്തും ഒരു വലിയ വിടുതൽ സംഭവിക്കുകയാണ്. ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി അത്ഭുതകരമായ വഴികൾ തുറക്കുകയാണ്. നിങ്ങൾ പോലും കാണാത്ത
രാജ്യങ്ങളുടെ നിയമം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അനുകൂലമാകുകയാണ്. നിങ്ങൾ യാത്ര ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബം സ്വസ്ഥമാകാൻ പോവുകയാണ്. അത്ഭുതകരമായ വിടുതലുകൾ ഈ മക്കളുടെ മേലിൽ സംഭവിച്ചതിനായി നന്ദി. ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് സോനു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സോനുവിന് വേണ്ടി ഒരു വിടുതൽ കർത്താവ് അയക്കുകയാണ്. അതേപോലെ തന്നെ മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഞ്ജുവിൻ്റെ കണ്ണുനീര് കുടുംബ പ്രശ്നങ്ങൾ കർത്താവ് തീർക്കുകയാണ്. അനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനീഷിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ കർത്താവ് അയക്കുകയാണ്. കർത്താവെ പൂർണ്ണമായിട്ടും എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കട്ടെ. അത്ഭുതകരമായ വാതിലുകൾ തുറക്കട്ടെ. കർത്താവെ ഓരോ മക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവരെ വഴി തുറന്നിരിക്കുന്നതിനായി സ്തോത്രം. ഇവർ അത്ഭുതം കാണുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് സ്പെഷ്യൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്താട്ടെ. വേഗത്തിൽ തന്നെ വിളിച്ചുകൊണ്ട് അത്ഭുത സാക്ഷ്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരണമേ. പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി 811 എന്ന് കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ വിളിച്ചാട്ടെ. അതേപോലെ തന്നെ 9072 എന്ന് കാണുന്ന നമ്പറിൽ വാട്സാപ്പ് അവൈലബിൾ ആണ്. അതിനകത്തോട്ട് നിങ്ങൾ ഒന്നുകൂടി ഓർപ്പിക്കുന്നു, വാട്സാപ്പാണ്. അതിനകത്ത് നിങ്ങൾ മെസ്സേജ് അയക്കുകയോ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്താട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കും. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂം ആരാധന നടക്കുന്നു. ആയിരങ്ങൾക്ക് ഇത് വിടുതലായിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ കൂടുതൽ മാനിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. അതേപോലെ തന്നെ പ്രത്യേകമായി ഒരു കാര്യം ഓർപ്പിക്കുന്നു, നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്താട്ടെ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. എങ്കിൽ ഈ മിനിസ്ട്രിക്ക് വേണ്ടി സഹായിക്കണമേ. ഒരു എപ്പിസോഡിനെങ്കിലും നിങ്ങൾ കരം നീട്ടണം. അതേപോലെ തന്നെ സഭയായിട്ട് അനാഥർക്ക് നമുക്ക് ഓരോ നേരത്തെ ഫുഡ് ഓരോ ദിവസം അറേഞ്ച് ചെയ്യുന്നു. കൊല്ലത്തെ സഭയോട് ചേർന്നാണ്. നിങ്ങൾക്കും സഹായിക്കാൻ പറ്റുമെങ്കിൽ, അതിനകത്ത് പങ്കുചേരാൻ പറ്റുമെങ്കിൽ ചേർന്നാട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.